നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ പോകണം. അവിടെ അല്പസമയത്തിനകമാണ് ബോബി ചെമ്മണ്ണൂരിനെ അവിടെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക്, മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ സെൻട്രൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് തുടർച്ചയായി ബോബി ചെമ്മണ്ണൂരിനെ 2 തവണ ഹാജരാക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നിർണായകമായി തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ബോബി ചെമ്മണ്ണൂർ നിർണായകമാണ്. കാരണം നിയമ വഴിയിലാണ് ഇപ്പോഴുള്ളത്. ജാമ്യം ലഭിച്ചില്ല എങ്കിൽ സ്വാഭാവികമായും ജയിലിലേക്ക് പോകേണ്ടി വരും. ജാമ്യം ലഭിക്കാനുള്ള എല്ലാ വഴികളും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് അല്പസമയത്തിനകം തന്നെ അതിന്റെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഏതായാലും പ്രോസിക്യൂഷൻ ജാമ്യത്തിനെതിരാണ്, പൂർണ്ണമായും എതിരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം മറ്റു ചില നീക്കങ്ങൾ കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിലൊന്ന്, ഇന്നലെ നടി കോടതിയിൽ ഹാജരായി നൽകിയ രഹസ്യ മൊഴിയുണ്ട്. ആ മൊഴിയുടെ പകർപ്പ് വാങ്ങിയെടുക്കുക എന്നുള്ള പ്രധാനമായ നീക്കം കൂടി, നിയമപരമായ നീക്കം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അത് നടത്തിക്കഴിഞ്ഞാൽ അതിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കം കൂടി പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു തരത്തിലും ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം ലഭിക്കാത്ത വിധത്തിലുള്ള വാദഗതികൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടാകും. ഡാനി, അതല്ലേ പ്രതീക്ഷിക്കേണ്ടത്? കാരണം ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ്. കൂടുതൽ കുരുക്കുകൾ മുറുകുകയാണ്. ഒപ്പം കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്തിയേക്കാം. കോടതിയിൽ നിന്ന് ഈ മൊഴിയുടെ പകർപ്പ് വാങ്ങാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട് പോലീസ് എന്നാണ്. രഞ്ജിത്ത്, ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും തന്നെ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും തന്നെ ഇത് ജാമ്യം നിഷേധിക്കുക എന്നത് തന്നെയാണ്. സ്വാഭാവികമാണത്. ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകും, ജുഡീഷ്യൽ കസ്റ്റഡി ആകുമ്പോൾ ജയിലിലേക്ക് പോകും. പിന്നീട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അന്വേഷണങ്ങൾക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുക, അതൊരു രീതി. പക്ഷേ ഇതിനെ എതിർക്കുക എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരൊപ്പമുള്ള അഭിഭാഷകർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 അവിടെയാണ് ഈ കേസ് നടക്കുന്നത്. ഇവിടെ തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കുകയും ചെയ്യും. സീനിയർ അഭിഭാഷകനെല്ലാം തന്നെ ഹാജരാകുന്നത് കൊണ്ട് ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്മേലുള്ള ഒരു വാദം കൂടി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതിന് തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം തന്നെയായിരിക്കും ഹൈക്കോടതിയിലേക്ക് അടക്കം നീങ്ങുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു ഉറപ്പ് വരുത്തേണ്ടത്. അതായത് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ള അഭിഭാഷകർ നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ കാര്യങ്ങളെ പ്രതിരോധിക്കുക, ജയിലിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളെ ഏത് വിധേനയും തടയുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ സെല്ലിൽ കഴിഞ്ഞു. തുടർച്ചയായ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ 13 ദിവസത്തേക്കായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരിക. അങ്ങനെയെങ്കിൽ അത് ഒഴിവാക്കുക, ഏത് വിധേനയും അത്തരം കാര്യങ്ങൾക്ക് വരുത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കർശന ഉപാധികളോടെ, ഏത് ഉപാധികൾ വെച്ചാലും അത് അനുസരിക്കുക എന്ന രീതിയിൽ തന്നെയായിരിക്കും കോടതിക്ക് മുൻപിലേക്ക് ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയായിരിക്കും. ഏത് വ്യവസ്ഥ വെച്ചാലും അത് അനുസരിക്കാൻ തയ്യാറാണ്, അതുമായി തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ അവർ ഇതിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് അടക്കം ഹാജരാക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത് തനിക്ക് കുറ്റബോധമൊന്നുമില്ല, ഒരു പരാമർശത്തിൻ്റെ പേരിലാണ് ഈ രീതിയിലേക്ക് തനിക്ക് ഈ കേസിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും തന്നെ പറയുന്നത്. ആ വാദങ്ങളിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി ഇത് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രതിഭാഗം കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം മറ്റ് ഉദ്ദേശങ്ങളോടൊന്നുമില്ലാതെ തന്നെയായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂർ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടത്. അതിനെ വളരെ ഗൗരവതരമായിട്ട് സമീപിക്കുന്നു. അതിന് വലിയ വകുപ്പുകളടക്കം ചുമത്തേണ്ടി വന്നിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അത്തരം ഈ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും കർശനമായ ഉപാധികളോടെ കോടതി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അതിൽ ജാമ്യം അനുവദിക്കണം എന്ന രീതിയിൽ തന്നെയായിരിക്കും പ്രതിഭാഗം ഇതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോടതിക്ക് മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുമ്പോൾ ഈ വാദമുഖങ്ങൾക്ക് ഒപ്പം തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നത് ഈ രഹസ്യമൊഴി അടിസ്ഥാനമാക്കിയുള്ള മുന്നോട്ട് പോകാൻ ഇതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും എല്ലാം തന്നെ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ രേഖപ്പെടുത്തി
രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ തന്നെ അദ്ദേഹം ജാമ്യ ഹർജി ഫയൽ ചെയ്യും. ഇന്ന് തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജാമ്യത്തിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് തന്നെ ജാമ്യ ഹർജി പരിഗണിച്ചാൽ തീരുമാനമറിയാം, കോടതിയുടെ നിർണായകമായ തീരുമാനമറിയാം അല്ലേ ഡാനി? അതല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇന്ന് തന്നെയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നതെങ്കിൽ അത് ഈ കീഴ്ക്കോടതിയിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമറിയാം. ഒരുപക്ഷെ ഈ കോടതിയിൽ നിന്ന് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ വളരെ അടുത്ത നിമിഷത്തിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനും സുസജ്ജമായ രീതിയിൽ തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂരിന് ഒപ്പമുള്ള അഭിഭാഷക വൃന്ദം നീങ്ങുന്നത്. കാരണം ഈ കോടതിയിൽ നിന്ന് ഒരു തീരുമാനമുണ്ടായാൽ ഉടൻ മേൽക്കോടതിയിലേക്ക് പോകുക എന്നതാണ്. അതുടൻ തന്നെ ഇന്ന് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സീനിയർ അഭിഭാഷകനെ തന്നെ അവർ ഈ കേസിന് വേണ്ടി നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. അദ്ദേഹം നേരിട്ട് ഹാജരാകുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള പരിഗണനയെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യും. കേസ് പരിഗണിക്കുന്ന രീതിയിൽ അത് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജാമ്യ ഹർജിയിൽ ഒരു തീർപ്പ് അത് ഇന്ന് തന്നെ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അവർ പലവൃത്തി ആവർത്തിക്കുന്നത് പോലെ ഇതിൽ ഈ ഗുരുതരമായ വകുപ്പുകൾ BNS 75 അനുച്ഛേദങ്ങൾ അതിൽ ചുമത്തേണ്ട കാര്യമില്ല, അത്തരം വിവക്ഷകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് തൻ്റെ കക്ഷി അത് ഗൗരവതരമായ അത്തരം കാര്യങ്ങൾ പറഞ്ഞത് അത് തമാശയായി പറഞ്ഞ കാര്യങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഈ രീതിയിലേക്ക് പറയുകയായിരുന്നു, ഈ രീതിയിലേക്കൊരു പരാതിയായി വരികയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ നേരത്തെ ബോബി ചെമ്മണ്ണൂർ അടക്കം ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. നടി അവരുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇത് മാറ്റുന്നു എന്ന ചില ആക്ഷേപങ്ങളെല്ലാം ചില കോണിൽ നിന്ന് വരുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്തൊക്കെപ്പെട്ടേക്കാം. അതെല്ലാം ഒരു സാധ്യതയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതിനെ കൃത്യമായി എതിർക്കാനായിട്ട് പ്രോസിക്യൂഷന് കഴിയുമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഉപദ്രവ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവർക്ക് പുറമെ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരുണ്ട്. അയാൾക്ക് അതിൽ കൃത്യമായ രീതിയിലുള്ള പകയുണ്ട്. ഒരു ജ്വല്ലറിയുടെ അടക്കം ഉദ്ഘാടനത്തിന് അവർ പോകാതിരുന്നത് കൊണ്ട് ആ രീതിയിൽ പിന്നീട് സോഷ്യൽ മീഡിയ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ അറ്റാക്കിംഗ് തനിക്കെതിരെ നടത്തുകയായിരുന്നു. അതിൽ ആസൂത്രിതമായൊരു ഗൂഢാലോചനയടക്കം ഇത്തരം കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹണി റോസ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന രഹസ്യമൊഴിയിലടക്കം ഉള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏത് രീതിയിൽ ഇനി മറ്റാരുടെയെങ്കിലും പേരോ കാര്യങ്ങളോ ഉണ്ടോ, ഏത് രീതിയിലാണ് ഇനിയും ഒരു ഫോൺ കോളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘം ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് സ്വാഭാവികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് അത് കൈമാറേണ്ടതാണ്. അത് കോടതിയിൽ ആവശ്യപ്പെടുകയും അത് കൈമാറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം മൊഴികൾ പരിശോധിച്ചുകൊണ്ട് അതിലേതെങ്കിലും രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കപ്പെടേണ്ടതാണെങ്കിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഏതു വിധേനയും അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം നിഷേധിക്കുക അല്ലെങ്കിൽ ജാമ്യത്തിന് അർഹനല്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കോടതിയിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെ ഏത് വിധേനയും എതിർക്കുക. ജയിലിലേക്ക് പോകുന്നത് ഇനി ഒരു റിമാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് 13 ദിവസത്തേക്കെല്ലാം തന്നെയാണ്. അങ്ങനെ ഒരു ജയിലിലേക്ക് പോക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെയുള്ള എല്ലാവിധ ശ്രമങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുക എന്നല്ല നമ്മൾ പറയുന്ന പോലെ ആ രീതിയിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ള അഭിഭാഷകർ ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ തന്നെയും പോലീസ് ജീപ്പിലേക്ക് കയറുവാനായിട്ട് വരുമ്പോൾ തന്നെയും അതിന് മടി പറഞ്ഞൊരാൾ കൂടിയാണ്. തൻ്റെ വാഹനത്തിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് ഒരു പരിഗണനയും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വരുമ്പോൾ തന്നെയും ഇനി കൂടുതൽ ജയിൽവാസത്തിലേക്ക് പോകാതെ റിമാൻഡ് കാലാവധിയാണെങ്കിലും അത് ജയിലിലേക്ക് പോകാതിരിക്കുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് വരണം. കോടതിയിൽ ശക്തമായ വാദഗതികൾ ഉണ്ടാകും. പ്രോസിക്യൂഷൻ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാമൻപിള്ള അസോസിയേറ്റ്സിനെയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം